സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്റർ ആണ്, ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ആവറേജ് ഒരു 15,000 കിലോമീറ്റർ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ എത്രയോ കുറവാണ് അല്ലേ? ഇത് 2025 മോഡലാണ്. അപ്പം എങ്ങനെ രജിസ്ട്രേഷൻ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ അതായത് എടുക്കുന്ന ആള് ഫസ്റ്റ് ഓണർ ആയിരിക്കും. ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ. 2028 വരെ വാറണ്ടി ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സ്കോർപിയോന്റെ പഴയ ഷേപ്പിൽ മാറ്റം വരുത്തിയിട്ട് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട് ഇപ്പോഴുണ്ട്. പക്ഷെ ഇത് ഓൾ ന്യൂ സ്കോർപിയോ തന്നെ. എങ്ങനെ ഡീറ്റെയിൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുറകില് ഒരു ജീപ്പ് മെറിഡിയൻ കണ്ടു. ഏറ്റവും പുതിയ വണ്ടിയാണ്, അതായത് ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോകുന്ന ഒരു വാഹനമാണ്. ഇതിനിപ്പോൾ ഓൺ റോഡ് ഇറങ്ങുന്ന വിലയിൽ നിന്ന് ഏകദേശം ഒരു 6-7 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു വണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന ഷോറൂം ക്യാപ്സ് കാസ് ആണ്. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. അനസിനെ സ്വാഗതം ചെയ്യാം. അനസെ സ്വാഗതം. ഒരു വെറൈറ്റി കണ്ടു അല്ലേ? കുറച്ച് കാലത്തിനിടക്ക് എത്തി. അത് പുതിയ വണ്ടി എങ്ങനെ കിട്ടിയത്? ഇത് നമ്മളിങ്ങനെ എടുക്കാണ്, ഒന്നും സോഴ്സ് പറയൂല, സർപ്രൈസാ. ആയിക്കോട്ടെ. അതേപോലെ സ്കോർപിയോ ഉണ്ട്, മഹീന്ദ്രന്റെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ. ഹോണ്ട സിറ്റി കുറെ കാര്യങ്ങൾക്ക് സാധാരണ ഉള്ളത് എല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ ഉണ്ട്. എന്തായാലും ഇയർ ആണ്, ക്രിസ്മസ് വരെയാണ്. അതെ, നിങ്ങളുടെ ഓഫർ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഒന്ന് ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്ന റേറ്റ് ആണ്. കാരണം അത് സംബന്ധിച്ചിടത്തോളം റേറ്റ് കുറയാന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. കൂടാതെ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ മൾട്ടിപ്പിൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പ്ലസ് ഒരു ബമ്പർ സമ്മാനം പോലെ നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരു ബമ്പർ സമ്മാനം കൊടുക്കുന്നുണ്ട്. എന്ത്, കാറിന്റെ ഫ്രണ്ട് ബമ്പറാണോ ബാക്ക് ബമ്പർ? വേണ്ടങ്ങള് അതൊരു ബമ്പർ സമ്മാനമാണ്, അത് നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. കോഴിക്കോട് കൊട്ടായി വാങ്ങി കൊടുക്കുന്ന ബമ്പർ വേണ്ട. ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും അനസ് വിലേന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി അഡീഷണൽ ആണ് സമ്മാനം കാര്യങ്ങളൊക്കെ. വില എന്തായാലും താഴ്ത്തണം. പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും കണ്ടു നോക്കാം. ചെറുവണ്ടി എന്തും കണ്ടെന്ന് ഇന്ന് ചെറിയ വണ്ടികൾ വെച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്നിരുന്നാലും അങ്ങനത്തൊക്കെ വരുമ്പോ വിളിച്ചോട്ടെ, നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. എന്തായാലും ഇന്ന് കാണിക്കാൻ പോകുന്നത് കോമ്പാക്ട് എസ്യുവി തന്നെയാണ്, പിന്നെ വലിയ സൈസ് വണ്ടികൾ. അതെ. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ എടുക്കുക അല്ലേ. ആദ്യം നമുക്ക് മെറിഡിയനിൽ തന്നെ തുടങ്ങാം. ജീപ്പ് മെറിഡിയൻ ഓവർലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? 4x4 ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ഈ വണ്ടിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് മെറിഡിയന്റെ. 7 സീറ്റർ ആണ് വരിക. പുറകിലത്തെ സീറ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ടൈപ്പാണ് അല്ല, എന്നാലും എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2025 മോഡലാണ്. അപ്പം എങ്ങനെ രജിസ്ട്രേഷൻ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ അതായത് എടുക്കുന്ന ആള് ഫസ്റ്റ് ഓണർ ആയിരിക്കും. പിന്നെ വേറെ 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടി ഒക്കെ എപ്പോഴാണ്? ഡെമോ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ഷോ വണ്ടി മാത്രമാണ്, ഡെമോ വണ്ടി അല്ല. അത് ആകെ അങ്ങനെ ഓടിയിട്ടുള്ളൂ. റോഡ് ഷോ 5,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബാക്കി വാറണ്ടി എല്ലാം എപ്പോഴാണ് നിങ്ങൾ എപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു, നിങ്ങളാണ് ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്നത്. നിങ്ങൾ എപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു അന്ന് മുതലാണ് വാറണ്ടി സ്റ്റാർട്ട് ലഭിക്കുക. 5,000 കിലോമീറ്റേഴ്സ് നിലവിൽ ഓടിയിട്ടുണ്ട്. 25 മോഡലാണ്. ആ വാറണ്ടി തൊട്ടാണ് രജിസ്ട്രേഷനും വാറണ്ടി ഒക്കെ നിങ്ങൾ എപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു അന്ന് തൊട്ടാണ്. ഓക്കെ, അപ്പോ ജീപ്പ് സാറിന് എത്ര വർഷം കൊടുക്കാറ്? 3 വർഷമാണോ? 3 വർഷം വാറണ്ടി വരും. 3 വർഷം വാറണ്ടി വരും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഇതിപ്പോ ഈ പറയുന്ന പോലെ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു മോഡലാണ്. പിന്നെ ഓണർഷിപ്പ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ആക്സിഡന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഉണ്ടോ അങ്ങനത്തെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പുതിയ എടുക്കുന്ന ഒരാൾക്ക് 100% ധൈര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വാറണ്ടി ഫസ്റ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ പുതിയ വണ്ടിയെ അപേക്ഷിച്ചിട്ട് 44 ലക്ഷത്തി സംതിങ് എമൗണ്ട് വരുന്നുണ്ട്. പുതിയതിന് 44 സംതിങ് ഓൺ റോഡ് വരുന്നുണ്ട് എമൗണ്ട് പുതിയ വണ്ടിക്ക്. അതിപ്പോ നമ്മള് 38 ലക്ഷം റുപ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 38 ലക്ഷം. അപ്പൊ 6 ലക്ഷത്തിന്റെ മേലെ ഏകദേശം മാറ്റം കഴിഞ്ഞു. അതെ അതെ. അപ്പോൾ പുതിയൊരു മെറിഡിയൻ നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാം. നിങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്നത്. ഇത്രയും ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു. അതും ഇനി വാറണ്ടി എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ ന്യൂ കാർസിന്റെ രീതിയിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. എല്ലാം ന്യൂ കാർ എടുക്കുമ്പോൾ എങ്ങനെയാണോ അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ ഇവിടെ പഴഞ്ചനായിട്ടുള്ള അനസാണ്. അടുത്ത വണ്ടിയിലേക്ക്
ഹോണ്ട സിറ്റി KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഗ്രില്ലിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുന്നുള്ള മോഡൽ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 മോഡൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ZX ഓട്ടോമാറ്റിക് CVT ആണ് വാഹനം വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക്കലി ഹോണ്ട എക്കാലം വന്നിട്ടുള്ളത്. ഓക്കെ, 22 എന്ന് പറയുമ്പോൾ വാറണ്ടി ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, 1 ഇയർ വാറണ്ടി ഉണ്ട്, നിലവിലുണ്ട്. കമ്പനി വാറണ്ടി നിലവിൽ 1 ഇയർ കൂടെ ഉണ്ട്. കിലോമീറ്റർ എത്രയായി? ഇതിപ്പോൾ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലോ കിലോമീറ്റർ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റി ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്ന വാഹനം ആണ്. എന്താ പറയാ, 6-8 എയർ ബാഗ് അറ്റം വരില്ലേ? സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, എത്ര ഇതിപ്പോ ചോദിക്കുന്നത്? എത്രയാ? ഇതിപ്പോ 13,35,000 രൂപ. 13,35,000 22 മോഡൽ, ലോ കിലോമീറ്റർ. 12,000 കിലോമീറ്റർ. ഇതേ സാധനം തന്നെ 30,000 ഓടിയ വണ്ടി എല്ലാം ഉണ്ടാവും. 12,000 കിലോമീറ്റർ ആണ് ഓടിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പ്രൈസ് ഫൈനൽ ആണോ അതോ എന്തെങ്കിലും മാറ്റം വരുന്നത്? ചെറിയ മാറ്റം കൂടി നമുക്ക് എല്ലാം ഇപ്പോൾ ഓൾറെഡി എല്ലാം നമ്മൾ കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്, വീണ്ടും പറയാണ്. അപ്പം അതിപ്പോൾ അത് എടുത്ത് പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ 1-2 കസ്റ്റമേഴ്സ് വീഡിയോ കണ്ട് വന്നിട്ട് വീഡിയോ കണ്ടതൊന്നും ഇൻഫോം ചെയ്യാതെ വന്നിട്ടുണ്ട്. വന്ന സമയത്ത് നമ്മളിവിടെ ചോദിക്കുന്ന റേറ്റ് എന്തായാലും ഇതിനേക്കാൾ സത്യം പറഞ്ഞാൽ കൂടുതലാണ്. ഈ വീഡിയോയിൽ നമ്മളൊരു ഓഫർ പോലെ ഈ വീഡിയോക്കായിട്ട് ഇട്ടിട്ടുള്ള റേറ്റാണിത്. അപ്പം നിങ്ങൾ വീഡിയോയിൽ ഇത്ര അല്ലല്ലോ പറയുന്നത്, നേരിട്ട് വരുമ്പോൾ അത് നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കായിട്ടല്ല, വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് സംഭവം. അത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്ന. ഓക്കെ, അത് പിന്നെ നെഗോസിയേഷൻ ഫൈനലിലേക്ക് എത്തുമ്പോൾ പറയായിരിക്കും. ചെറിയൊരു മാറ്റം, എന്നാലും വലിയ മാറ്റങ്ങൾ നമ്മൾ വീഡിയോയിൽ എപ്പോഴും അടുപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ല, വീഡിയോ കൊടുക്കുന്ന റേറ്റിന് തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കൂലേ വീഡിയോ? കൊടുക്കായ്മ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടും? നമുക്കിതൊക്കെ ഫൈനലായിട്ട് ഒരു 12 രൂപ റേഞ്ചൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയിൽ അടുത്തതാ ഓൾ ന്യൂ സ്കോർപിയോ KL22 രജിസ്ട്രേഷൻ വാഹനമാണ്. സ്കോർപിയോന്റെ പഴയ ഷേപ്പിൽ മാറ്റം വരുത്തിയിട്ട് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്, ഇപ്പോഴുണ്ട്. പക്ഷെ ഇത് ഓൾ ന്യൂ സ്കോർപിയോ തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2024 12-ാം മാസം വരുന്ന പെട്രോൾ മാനുവൽ ആണ് വാഹനം വരുന്നത്. Z4 ഓപ്ഷൻ വരുന്നത്. അതായത് ഒരു ഏകദേശം കറക്റ്റ് ഒരു വർഷത്തെ പഴക്കം. 1 വർഷത്തെ പഴക്കം. 24 ലാസ്റ്റ് അല്ല, ഡേറ്റ് 5-ാം തീയതി, 1 വർഷം 2 ദിവസം കറക്റ്റ് പഴക്കമാണ്. അപ്പൊ വാറണ്ടി 27 വരെ ഉണ്ടാവില്ലേ? 2027 വരെ വാറണ്ടി ഉണ്ട്. ഓട്ടോ എത്ര പോയി? 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ ആണല്ലേ? പെട്രോൾ മാനുവൽ. Z4 അല്ല? Z4. അതായത് പവർ വിൻഡോസ്, അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അലോയ്സ് ഉണ്ടാവില്ല ടോപ്പിലേക്ക് പോകുമ്പോൾ. അങ്ങനത്തെ സൺറൂഫിൽ വരുന്നില്ലല്ലോ ന്യൂല്. ഓക്കെ, അപ്പോ എന്തൊക്കെ ക്ലെയിം? ഡിക്കി മാറിയിട്ടുണ്ട്, വേറെ ഒന്നും റീപ്ലേസ് കാര്യങ്ങളോ ഇല്ല. ഗ്ലാസ് ഒന്നുമില്ല, ഡിക്കി മാത്രം. ഡിക്കി ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഡിക്കി ഡോർ 2024 ലാസ്റ്റ് മോഡലാണ്. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? 13,75,000 രൂപ. 13,75. പുതിയ 18.5 ലക്ഷം രൂപ ഉണ്ട്. 18 ലക്ഷം. 13,75 കൊണ്ടുപോകാം. ലോൺ ഒരു 12 കയറും. ചിലപ്പോൾ ഒരു 13 രൂപ വരെ ലോണും കയറും. അത്രയും കയറും. ഓക്കെ, അപ്പോ ഒരു ഹെവി ലുക്ക് അല്ല വണ്ടി. നല്ല എക്സിവിനേക്കാൾ ഹൈറ്റ് ഉണ്ട്, 700 ഹൈറ്റും ഇതൊക്കെ ഉണ്ട് കാണുമ്പോൾ. അപ്പൊ എങ്ങനെയാലും താല്പര്യമുള്ളവരുടെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെ ക്യാപ്സിന്റെ കുത്തകയിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയ സെൽറ്റോസ് KL81 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ HTK+ ഡീസൽ IMT ആണ് വാഹനം വരുന്നത്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്റർ ആണ്, ഡീസൽ വണ്ടിയാണ്. ഒരു 15,000 കിലോമീറ്റർ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ എത്രയോ കുറവാണ് അല്ലേ? അതെ, കുറവാണ്. പിന്നെ അത്യാവശ്യം മൈലേജും ഉണ്ടാവും. 20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഓട്ടോ കൂടുതൽ വരേണ്ട വണ്ടിയാണ്, പക്ഷെ ഓടിയിട്ടില്ല. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊക്കെ ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് 2026 വരെ വാറണ്ടി ഉണ്ട്. മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷേ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. പുഷ് ബട്ടൺ, അലോയിൽ ഒട്ടുമിക്ക ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിൽ. അങ്ങനെ ഫീച്ചേഴ്സ് കൊടുക്കും. ബാക്ക് ക്യാമറ, ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ട്. ഡിഫോഗർ, ഫോഗ് ലാമ്പ്. ഓക്കെ, വാറണ്ടി ഇപ്പോ 27 വരെ അല്ല 26 വരെ? 3 വർഷം തന്നെ കൊടുക്കുന്നത്. 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഡീസൽ HTK+ ഈ ഒരു 2023 കിയ സെൽറ്റോസ് എത്ര കൊടുക്കാൻ പറ്റുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കാൻ 13,90,000 രൂപ. 13,90. പുതിയ ഏകദേശം എത്ര ഉണ്ട്? 20,000 മുകളിൽ റേറ്റ് വരുന്നുണ്ട്. 20,000 മുകളിൽ. ഇപ്പൊ 13,90 ആണ് ഇതിന് ചോദിച്ചിട്ടുള്ളത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്, അതും ഡീസൽ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ലോണും ഒരു 12.25 റേഞ്ച് കിട്ടും. 1 രൂപ 1.5 രൂപേന്റെ ഉള്ളിൽ ഫസ്റ്റ് അടിച്ച ബാക്കി ലോൺ കിട്ടും. അടുത്ത സെൽറ്റോസ് ആണ്. ഇതും KL81 തന്നെയാണ് വണ്ടി. ഇതെന്താ സ്പെഷ്യൽ? 81 21 81 61 21. അതൊരു ഫാൻസി ആണ് അല്ലേ?
എന്താ ഈ ഓറഞ്ച് കളറൊക്കെ? അതെന്താ, അത് ആനിവേഴ്സറി എഡിഷൻ. ആനിവേഴ്സറി എഡിഷൻ ആണ്, അത് ചോദിച്ചത്. എഡിഷൻ ആയിട്ട് എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ HTX ആനിവേഴ്സറി എഡിഷൻ പെട്രോൾ മാനുവലാണ് വാഹനം വരുന്നത്. 41,000 ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നേരത്തെ ഡീസൽ 23 മോഡൽ കണ്ട്, ഇതിപ്പോ 21 മോഡൽ പെട്രോൾ. പെട്രോൾ. ഓക്കെ. HTX ആണ്, X പ്ലസ് GT ലൈൻ, അങ്ങനെ 2 ഓപ്ഷൻ മേലെ ഉണ്ടാവും. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വാഹനമാണ്. എന്തെങ്കിലും ക്ലെയിംസ് ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. പിന്നെ 1 ഇയർ നമ്മളെ ഷോറൂം വാറന്റി ഉണ്ട് വണ്ടിക്ക്. അതേപോലെ തന്നെ പിന്നെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ്. അത് എല്ലാ തവണയും പറയുന്നതാണ്, തവണയും പറയണം. മെയിൻ്റനൻസ് കുറവാണ്, അത്യാവശ്യം മൈലേജും ഉള്ള വണ്ടിയാണ്. ഓക്കെ. പുതുതായിട്ട് കാണുന്നവർ അറിയാൻ വേണ്ടി പറഞ്ഞു, കാരണം വെച്ചാൽ കിയ വണ്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നുള്ള പേടിയുണ്ടാവും. മെയിൻ്റനൻസ് കുറവാണ്, പിന്നെ വണ്ടിക്ക് വേറെ കംപ്ലൈൻസോ കാര്യമൊന്നും ഇല്ല. ഒരുപാട് വണ്ടി വിറ്റിട്ടുണ്ട്. അപ്പോൾ എത്ര കൊടുക്കാം ഇത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കാൻ 11,25,000 രൂപ. 11,25,000 2021 മോഡൽ HTX കിയ സെൽറ്റോസ് പെട്രോൾ മാനുവൽ കൊണ്ടുപോവാം. ലോണ് ഒരു 10-10 കയറും 10-10 റേഞ്ച് ലോണ്. ലോണ് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വണ്ടിക്ക് കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. അതെ. ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്ത വാഹനം എന്താ? ഹ്യുണ്ടായി ക്രെറ്റ, ഒരു ബ്ലാക്ക് ക്രെറ്റ ആണ്. നൈറ്റ് എഡിഷൻ അല്ല, ഇത് 2021 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷണൽ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ IVT ആണ്. ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതെ. വേറെ ക്ലെയിമും കാര്യമൊന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 29,000 കിലോമീറ്റർ, അതും ഒരു ലോ കിലോമീറ്റർ തന്നെയാണ്. 4 വർഷം കൊണ്ടാണ് 29,000. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലാത്ത ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി അല്ലേ? സൺറൂഫ് ഏതാ? പനോരമിക്ക വരുന്നുള്ളൂ. പനോരമിക് സൺറൂഫ് ഫുൾ ഓപ്ഷൻ തന്നെ, വയർലെസ് ചാർജർ എല്ലാം ഉണ്ട്. ഓക്കെ. 21 മോഡൽ ആയതുകൊണ്ട് ചോദിച്ചാൽ പനോരമിക്. ഓക്കെ. അപ്പൊ എത്ര കൊടുക്കാത്? ഇതിപ്പോ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 14,70,000 രൂപ. 14,70,000 2021 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ക്രെറ്റ പെട്രോൾ IVT ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകും. സിംഗിൾ ഓണർഷിപ്പ് തന്നെ വണ്ടി? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഇപ്പൊ വാറണ്ടി, നിങ്ങളുടെ വാറണ്ടി കൊടുക്കാം അല്ലേ? 1 ഇയർ ഉണ്ട് നമ്മുടെ എഞ്ചിന്. ലോൺ എത്ര കയറും? ഒരു 13 85-90% ലോൺ കയറും. ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്ത സെൽറ്റോസ് KL 34 രജിസ്ട്രേഷൻ. ഇത് ഏത് മോഡൽ? ന്യൂ ഷേപ്പാ. ഏറ്റവും ന്യൂ ഷേപ്പ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ HTX ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 26 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വാഹനമാണ്. 23 മോഡൽ HTX ഓട്ടോമാറ്റിക് ഏതാ? ഫുള്ളി അല്ല, HTX ഓട്ടോമാറ്റിക്. ഏതാ? ഓട്ടോമാറ്റിക് IVT അല്ലേ? വേറെ ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഇപ്പൊ 4 ടയേഴ്സും ഇപ്പൊ നമ്മൾ കണ്ട വണ്ടികളുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ ടയേഴ്സ് നല്ല ടയേഴ്സാണ്. ചിലത് ഇതൊക്കെ നല്ല ടയേഴ്സാണ്. എന്തായാലും ടയർ ഭാഗം കൂടെ നോക്കണം. ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മള് എല്ലാം കഴിച്ച് ഇവരുടെ അടുത്ത് ബാർഗനിങ് എല്ലാം കഴിഞ്ഞ് ഒരു വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് ടയർ 4 മാറ്റേണ്ടി വന്നാൽ നല്ലൊരു എമൗണ്ട് കയറും. അതെ. നിങ്ങൾ ഇനിയിപ്പോ അടുത്ത ടയറിന് ഇത്ര ശ്രദ്ധിക്കണല്ലോ. ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞതല്ല, എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000. സോറി. ഓക്കെ. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇതിപ്പോ റേറ്റ് 15,25,000 രൂപ. 15,15 ലക്ഷത്തിന് HTX 2023 50,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിപ്പോ എത്ര ഉണ്ട്? പുതിയന് 21 ലക്ഷം രൂപ ഉണ്ട്. 21 വരുന്നുണ്ട് അല്ലേ? അപ്പൊ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. നേരത്തെ നമ്മള് മെറിഡിയൻ കണ്ടു. ഇനി ജീപ്പ് കോമ്പസ് ആണ് 5 സീറ്റർ വാഹനം. KL 65 രജിസ്ട്രേഷൻ. തിരുവനങ്ങാടി അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് ലിമിറ്റഡ് പ്ലസ് ഡീസൽ മാനുവൽ ആണ് വരുന്നത്. പനോരമിക് സൺറൂഫ്. പ്ലസ് അല്ല ടോപ്പ്. ഇതിന്റെ മുകളിൽ S എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട്. പക്ഷെ ലിമിറ്റഡ് പ്ലസിൽ ഒരുവിധ ഓപ്ഷൻ ഉണ്ട്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ സീറ്റ് ഇല്ല. അത് S-ലേക്ക് പോയാലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ 2019 മോഡലാണ്. ഡീസൽ പറഞ്ഞ? ഡീസൽ മാനുവൽ. ഓക്കെ. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് അല്ലേ? പവർഫുൾ സാധനമാണ്. എന്താ പറയാ, നമ്മുടെ പഴയ ഫിയറ്റ് എഞ്ചിനൊക്കെ ഇല്ലേ, കത്തിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. അതേപോലെ തന്നെ ഇതിന്റെ 36,000 ഓടിയിട്ടുള്ളൂ. ഓട്ടം എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. കാരണം 19 ഡീസൽ. ഈ ഒരു 6 വർഷം അല്ലേ? 6 വർഷം കൊണ്ട് അതിന്റെ 10 കിലോമീറ്റർ, അതും ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ ചോദിക്കുന്നത് 12,75,000 രൂപ. കിലോമീറ്റർ എത്രയാ പറഞ്ഞ? 36,000. ഓക്കെ. ഞാൻ പെട്ടെന്ന് 50 കൺഫ്യൂഷൻ ആയി. പാതി എന്ന് പറഞ്ഞിട്ട് പിന്നെ തെറി വിളിക്കാറുണ്ട്. ഓക്കെ. റേറ്റ് എത്രയാ പറഞ്ഞത്? 12,75,000 ആണ്. കസ്റ്റമർ പാർക്കിംഗ് സെയിലിന് വെച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് സംസാരിക്കണം.
ഓൾറെഡി സംസാരിച്ചിട്ടാണ് ഇതിൽ എത്തിച്ചത്, കൺവിൻസ് ചെയ്തിട്ട്. ഒന്നും കൂടി ചെറിയ മാറ്റങ്ങൾ നമുക്ക് സംസാരിച്ചെത്തിക്കാം. സംസാരിക്കേണ്ടി വരും, എത്ര വേണമെങ്കിലും സംസാരിക്കാം. 12,75,000 രൂപയ്ക്ക് 2019 ഡീസൽ മാനുവൽ ലിമിറ്റഡ് പ്ലസ് ഓപ്ഷൻ വരുന്ന ഈ ഒരു ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു വർക്കും ഒന്നുമില്ലാത്ത വണ്ടിയാണല്ലേ? ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറന്റി കൊടുക്കാനോ 1 ഇയർ? നമ്മൾ 1 ഇയർ കൊടുക്കുന്നില്ല, കാരണം പാർക്കിംഗ് സെയിൽ വണ്ടി ആയതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ചെക്കിംഗ് വാറന്റി എന്നുള്ള ലെവലിൽ 2 മന്ത് കൊടുക്കും. 2 മന്ത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സ്കോഡ കുഷാക് KL 73 രജിസ്ട്രേഷൻ. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ സ്റ്റൈലാണ് വണ്ടി വരുന്നത്. സ്റ്റൈൽ 1 ലിറ്റർ 1 ലിറ്റർ ടർബോ. യെസ്. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ എല്ലാം ഉണ്ട്, പുഷ് ബട്ടൺ എല്ലാം വരും. ഇതിന്റെ GT-യിലേക്ക് പോകുമ്പോൾ കിട്ടാത്ത ഫീച്ചർ വരെ ഇതിൽ വരും. സ്റ്റൈലിൽ 1 ലിറ്ററിൽ വരുന്നുണ്ട്. 1.5-ലേക്ക് പോകുമ്പോൾ ഇത്ര ഫീച്ചേഴ്സ് വരില്ല. ഓക്കെ, മോഡൽ ഏതാ? കിലോമീറ്റർ? ഇത് 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ. 2028 വരെ വാറന്റി ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓട്ടം പോയിട്ടുണ്ട് ഇത് ഓടിയിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടി നമ്മൾ കണ്ടത് ഇപ്പോൾ ഓട്ടം കുറവായിരുന്നു. ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ 2028 വരെ വാറന്റി ഉണ്ട്. കറക്റ്റ് സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, വാറന്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും കയ്യിൽ നിന്ന് പൈസ ഇറങ്ങില്ല. അതാണ് ഏറ്റവും വലിയ ഉപകാരം. വാറന്റി എത്രത്തോളം കിട്ടുമോ അത്രത്തോളം എടുക്കാം, എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ല അല്ലെ ഇപ്പൊ? ഒരു ക്ലെയിം ഇല്ല. സ്കോഡയാണ്. പണ്ടത്തെ പോലത്തെ മെയിൻ്റെനൻസ് ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പം കുറവാ. ഇപ്പൊ ഒരു 7,000-8,000 ഉണ്ടെങ്കിൽ ഇയർലി മെയിൻ്റെനൻസ് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. 10,000 കൂടും, അല്ല 15,000 കൂടുമ്പോഴാണ് ചെയ്യുന്നത്. ഓക്കെ, എത്ര രൂപ ചോദിക്കുന്നത്? ഇതിപ്പോ റേറ്റ് വരുന്നത് 13,25,000 രൂപ. 13,4 ലക്ഷത്തിന് 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ വരുന്ന, 28 വരെ വാറന്റി ഉള്ള സ്റ്റൈൽ 1 ലിറ്റർ ടർബോ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഈ ഒരു കുഷാക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 90% കിട്ടൂല? കിട്ടും. 90-95% ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവര് പക്ഷഭേദം കാണിക്കാറില്ല. കുഷാക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ടൈഗോൺ ഉണ്ടാവും, അതെ. ക്രെറ്റ ഉണ്ടെങ്കിൽ സെൽട്ടോസ് ഉണ്ടാവും, അതും അതെ. എല്ലാം സ്ലാവിയ ഉണ്ടാവും. ഓക്കെ, സ്ലാവിയ KL 2 രജിസ്ട്രേഷൻ ഉള്ള ടൈഗോൺ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, പെട്രോൾ ഓട്ടോമാറ്റിക് GT പ്ലസ് 1.5, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. പവർഫുൾ ആയിരിക്കും. ഓട്ടോമാറ്റിക് ആണ്. 1.5 ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ GTX പ്ലസ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 4 വർഷം കൊണ്ട് 39,000 നോർമൽ ഓട്ടാണ്. പവർ ആയിരിക്കും. മൈലേജ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ഇല്ല, സിറ്റിയിൽ കുറയും. സ്ട്രേറ്റ് റോഡ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 1.5 സ്ട്രേറ്റ് റോഡൊക്കെ 15 റേഞ്ചൊക്കെ മൈലേജ് എന്തായാലും കിട്ടും. സ്ട്രേറ്റ് റോഡാണ് പറയുന്നത്. സിറ്റിയിൽ നമുക്ക് 11-12 റേഞ്ചിലെ. ഇല്ല, ഞാൻ ഒന്നാമത് എല്ലാം ഓടിച്ച് കിട്ടിയതേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും അത് കിട്ടണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഓടിച്ച് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 13,45,000. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്കൊരു 12 രൂപ എന്തായാലും ലോൺ കയറും. ഓക്കെ, അടുത്ത വണ്ടി. പിന്നെയും കോമ്പസ്, ഒരു നീലക്കിളി. അതെ, KL 1 രജിസ്ട്രേഷൻ ആണ്. ഇത് 2018 മോഡല്, ലിമിറ്റഡ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. 42,000 ഓടിയിട്ടുള്ള തേർഡ് ഓണർഷിപ്പ് വണ്ടി. തേർഡ് ഓണർ ആയില്ല? അതെ. ഫോർത്ത് ഓണറിൽ ലോണും കാര്യമൊക്കെ കിട്ടുമല്ലോ? ലോണൊക്കെ കയറും. ലോണൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗമൊന്നും വലിയ കുഴപ്പമില്ല. ഇല്ല, എല്ലാം നല്ലതാ. ഇപ്പൊ വന്ന് കേറിയിട്ടേ മൊത്തത്തിൽ പൊടി പിടിച്ചാൽ ചെയ്യാനുണ്ട്. ഇപ്പൊ വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് കയറ്റി ഇട്ടേ ഉള്ളൂ. ഒന്ന് പോളിഷ് ചെയ്യാനും വൃത്തിയാക്കാനും ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യും. ഇപ്പൊ റേറ്റ് ആകെ വരുന്ന 8,75,000 ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്കൊരു 90-95% ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 8,75 നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ഓപ്ഷൻ വരുന്ന ജീപ്പ് കോമ്പസ് കൊണ്ടുപോകാം. മാനുവൽ ആണ്. ഓട്ടോമാറ്റിക് ആണ്. 8,95 അല്ലേ? 8,75. സോറി, 8,75. അപ്പൊ താല്പര്യം വിളിച്ചോളൂ. 8 ലക്ഷം വരെ എന്തായാലും ലോൺ ചാൻസ് കിട്ടും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മറന്നോണ്ട. അപ്പോൾ അടുത്ത വണ്ടി, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം കിയ സോണറ്റ് ആണ്. ഏറ്റവും ടോപ്പ് ആൻഡ് GT ലൈൻ KL 45 വണ്ടിയാണ്. എന്തോന്നറിയില്ല, കുറെ കാലത്തിന് ശേഷം അല്ല, ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ പറ്റുന്നത്. നിങ്ങളെ കാര്യമായിട്ട് പരിഗണിച്ചതാ. ഭയങ്കര വിഷയമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, GTX ഫുൾ ഓപ്ഷനിൽ, പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, 2028 വരെ വാറണ്ടി ഉള്ള വണ്ടി. ഓക്കെ, 28 വരെ വാറണ്ടി ഉള്ള വാഹനമാണ്. ഈ ക്ലച്ച് ഔട്ടി ക്ഷീണിക്കേണ്ട ആവശ്യമില്ല ട്രാഫിക്കിലായാലും. പക്ഷേ നമുക്ക് ആ മാനുവലിന്റെ ഫീലും വേണമെന്നുണ്ടെങ്കിൽ
എടുക്കാൻ പറ്റിയ വണ്ടിയാണിത്. അതെ അതെ ഇനി ക്ലച്ചും ചവിട്ടറും മാനുവലും ഗിയറും മാറ്റണം എന്ന് വെച്ചാൽ മറ്റേ തന്നെ എടുക്കേണ്ടി വരും, മാനുവൽ തന്നെ എടുക്കേണ്ടി വരും, വേറെ രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് 2028 വരെ വാറണ്ടി 28 വരെ ഉണ്ട് അല്ലേ? നിലവിൽ വാറണ്ടി ഉള്ള ഏറ്റവും ടോപ്പിന്റെ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന, അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വേറെ വണ്ടിയില്ല. അതേപോലെ ഒന്നുമില്ല, ഇത്രയും ഫീച്ചേഴ്സ് വരുന്നില്ല. ഓക്കെ, ആ സമയത്താണേ. ഇപ്പോ എത്ര കൊടുക്കുക ഇത്? ഇതിപ്പോ 9,90,000 രൂപ. 9,90,000 ഈ ഒരു IMT വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. 2021 മോഡൽ, 22 മോഡൽ, 23 രജിസ്ട്രേഷൻ. 23 രജിസ്ട്രേഷൻ. അപ്പോ പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര ഉണ്ട്? 15 സംതിങ്, ലൈക്ക് കറക്റ്റ് അറിയില്ല, ഏകദേശം പറഞ്ഞാണ്, നോക്കിയിട്ടില്ല, ഗൂഗിൾ നോക്കിയിട്ടില്ല, സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല, ചീത്തേക്കാൻ വയ്യ. ഓക്കെ, അപ്പോ ലോൺ എത്ര കാര്യം? ഒരു 8.5 ലക്ഷം കിട്ടും. 8-8.5 റേഞ്ച് ലോൺ ചെയ്യാൻ പറ്റും. ₹1 മതി, ബാക്കി 1-1.5 ഉറുപ്പിന്റെ സുഖമായിട്ട് ലോൺ ഇറക്കി കൊണ്ടുപോകാം. വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ലോണ് നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ മണി മാനേജ്മെന്റ് നിങ്ങളുടെ കയ്യിലാണ്. അതെങ്ങനെയാ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ലോൺ എടുക്കുക, അല്ലാണ്ട് എടുക്കാൻ നിൽക്കരുത് അല്ലേ? ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. കമൻസ് വായിക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നേയില്ല, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കമൻസിൽ എന്തായാലും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അനസേ, താങ്ക് യു. എല്ലാവർക്കും ബൈ.